അടുത്തത് ബ്രസീൽ ഹൈത്തിയെ നേരിടാൻ പോവുകയാണ് അല്ലേ. ബ്രസീലിന്റെ രണ്ടാമത്തെ മത്സരം. ഈ ഒരു മത്സരം ഒരിക്കലും ഒരു ചില്ലറ മത്സരമല്ല. നമുക്കറിയാം സ്കോട്ട്ലാൻഡും ഹൈത്തിയും തമ്മിലുള്ള മത്സരം കിഡിലൻ മത്സരമായിരുന്നു. ഹൈത്തി ഒരു ചില്ലറ ടീമല്ല. സെക്കൻഡ് ഹാഫിൽ സ്കോട്ട്ലാൻഡിനെതിരെ ഡോമിനന്റ് ആയിട്ട് കളിച്ചത് ഹൈത്തി തന്നെയാണ്. സോ അത്ര ഒരു ചില്ലറ ടീമായിട്ട് ബ്രസീൽ ടീം എന്ത് ചെയ്യുന്ന ഹൈത്തിനെ കാണേണ്ട. ഇനി ഈ ഒരു മാച്ച് നടക്കുന്നതിന് മുമ്പ് പ്രസ് കോൺഫറൻസിൽ അൻസലോട്ടി വ്യക്തമാക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും ചേഞ്ചസ് മസ്റ്റാണ്. അപ്പൊ അൻസലോട്ടി പറഞ്ഞിട്ടുണ്ട് ചേഞ്ചസ് എന്തായാലും ലൈനപ്പിൽ ഉണ്ടായിരിക്കുന്നത്. അൻസലോട്ടി 3 കൺഫേം ആയിട്ടുള്ള ചേഞ്ചസ് ആണെന്ന് പറയുന്നത്. ഫ്രഷ് പ്ലെയേഴ്സിനെ ഞാൻ ചെയ്തു ഇറക്കാൻ സാധ്യതയുണ്ടെന്ന് ആദ്യം പറഞ്ഞു. അതിനുശേഷം 3 കൺഫർമേഷൻ ആയിട്ടുള്ള ചേഞ്ചസ് പറഞ്ഞു. ഒന്ന്, ബ്രൂണോ ഗൊമേസിനെ മാറ്റിയിട്ട് അവിടെ ലൂയിസ് എൻട്രിക്കിനെ കൊണ്ടുവരും. അതുപോലെ തന്നെ ഇഗോർ തിയാഗോനെ നമ്മൾ മാറ്റാണ്, അത് നമ്മൾ കൺഫേംഡ് ആണ്, അവിടെ കുഞ്ഞനാണ് കൊണ്ടുവരാൻ പോകുന്നത്. ബാക്കില് ഡഗ്ലസ് സാന്റോസ് വരും. അതുപോലെ തന്നെ സെയിം വേ മിഡിൽ കസ്റ്റമറിനെ മാറ്റിയിട്ട് ഫാബിന്യോനെ കൊണ്ടുവരും. ഇങ്ങനെയുള്ള കറക്റ്റ് കൺഫേം ആയിട്ടുള്ള ചേഞ്ചസ് ആണ് കാർലോസ് അൻസലോട്ടി വ്യക്തമാക്കിയിട്ടുള്ളത്. സോ എന്തൊക്കെയാ പറഞ്ഞാൽ നെയ്മർ ഇല്ലാത്തൊരു ബാഡ് ആണ്. നെയ്മർ എന്തായാലും സ്കോട്ട്ലാൻഡുമായിട്ടുള്ള മത്സരത്തിലെങ്കിലും നെയ്മർ സുൽത്താൻ ഇറങ്ങട്ടെ എന്ന് നമുക്ക് പറയാം. ഓക്കെ, എനിവേ 6 മണിക്ക് മത്സരം കാണാം. അതിന്റെ റിവ്യൂ കാര്യങ്ങളുണ്ടായിരിക്കും. ഓക്കെ, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ബൈ ബൈ ബൈ.